വാത്സല്യ സഹോദരന്മാരെ, നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി യേശുക്രിസ്തുവിൻ്റെ അതിധന്യമായ നാമത്തിൽ എനിക്കുള്ള സന്ധ്യാവന്ദനങ്ങളെ ഈ സമയത്ത് പ്രകാശിപ്പിക്കുന്നു. കർത്താവിൻ്റെ അളവറ്റ കൃപയാൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്ന് ഇന്ന് രാത്രിയിൽ വീണ്ടും ചിന്തിക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന ഈ അവസരത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. പ്രതിമാസം 1000 രൂപ BSNL കൊടുത്താണ് ഞാൻ ഈ ബ്രോഡ്ബാൻഡ് ഉപയോഗിക്കുന്നത്. എങ്കിലും അല്പസമയം മുമ്പേ ഞാൻ ലൈവിൽ മറ്റൊരു ഗ്രൂപ്പിൽ വന്നത് കട്ടായിപ്പോയി. ഇന്നലെയും അതേ അനുഭവിക്കുണ്ടായി. ഇന്ന് അങ്ങനെ വരാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ദൈവസ്വനിൽ ഓർപ്പിക്കുന്നു. ഇന്ന് രാത്രി നമ്മൾ പഠിക്കാൻ പോകുന്നത് വിശ്വാസ വീരന്മാരുടെ കൂട്ടത്തിലെ 4ാമത്തെ വ്യക്തിയാകുന്ന നോഹയെ സംബന്ധിച്ചാണ്. വിശ്വചരിത്രത്തിൽ, വിശേഷാൽ ബൈബിൾ ചരിത്രത്തിൽ വളരെ സ്തുത്യർഹമായ ഒരു സ്ഥാനം അലങ്കരിച്ചിട്ടുള്ള ഒരു മഹാനായ മനുഷ്യനാണ് ദൈവത്തിൻ്റെ ദാസനാകുന്ന നോഹ. അവിടെ അവനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം നമ്മൾ വായിക്കുന്നു. ലാമേക്കിന് 182 വയസ്സായപ്പോൾ അവനൊരു മകനെ ജനിപ്പിച്ചു. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു. നോഹയെ ജനിപ്പിച്ച ശേഷം ലാമേക്ക് 595 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ദൈവം ശപിച്ച ഭൂമിയിൽ ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞ് ലാമേക്ക് താൻ ജനിപ്പിച്ച തൻ്റെ മകന് നോഹ എന്ന പേർ വിളിച്ചു എന്നാണ് വായിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേദപഠിതാക്കൾ നോഹ എന്ന പേരിന് ആശ്വാസം എന്നുള്ള അർത്ഥമാണ് നൽകിയത്. നോഹ എന്ന് പറഞ്ഞാൽ ആശ്വാസം. ദൈവം ശപിച്ച ഭൂമിയുടെ ചരിത്രം ഏതാണ്ട് BC 4004 മുതൽ 2000 അടുക്കുകയാണ്. ഏതാണ്ട് BC 2000 അടുത്ത കാലത്താണ് നോഹയുടെ ജനനവും നോഹയുടെ കാലത്തെ പ്രളയവും ഉണ്ടാകുന്നത്. ഈ കാലഘട്ടം അത്രയും നമ്മൾ വായിക്കുന്നത് ഭൂമിയിൽ നിന്ന് മഞ്ഞ് ഉയർന്നും പൊങ്ങിയും അത് ആകാശത്ത് നിന്ന് മഞ്ഞായി തന്നെ ഭൂമിയിലേക്ക് പെയ്ത് ഭൂമിയിലെ കൃഷിവിഭവങ്ങളെയും സസ്യാദികളെയും നനച്ചു പോന്നു എന്നാണ്. 2000 വർഷക്കാലത്തെ മാനവ ചരിത്രത്തിൽ ഒരിക്കൽ പോലും മനുഷ്യൻ സ്വപ്നം കണ്ടില്ലാത്ത അല്ലെങ്കിൽ ചിന്തിക്കുക പോലും ചെയ്തില്ലാത്ത ഒരു മഹാപ്രതിഭാസം ലോകത്ത് ഉണ്ടാകുമെന്ന് ലോകത്തോട് പ്രസംഗിച്ച ഒരു മഹാനായ വിശ്വാസവീരനാണ് നോഹ. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പഠിക്കാൻ ആവശ്യമുള്ളത് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ നോഹയുടെ ജനനത്തോട് ബന്ധത്തിൽ നമ്മൾ ഇന്നലെ ചിന്തിച്ച ഹാനോക്ക് ദൈവത്തോടു കൂടെ നടക്കുവാൻ ആരംഭിച്ചത് തനിക്ക് ലഭിച്ച ആ പേരിൻ്റെ മെഥൂശലേഹ് എന്ന് പറയുന്ന എൻ്റെ മകനെ ജനിപ്പിച്ചത് മുതലാണ്. മെഥൂശലേഹ് എന്ന പേരിന് അവൻ മരിക്കുമ്പോൾ അത് സംഭവിക്കും എന്നാണ് അർത്ഥം എന്ന് നമ്മൾ പഠിച്ചല്ലോ. അത് ഈ നോഹയുടെ കാലത്തെ പ്രളയത്തെ സംബന്ധിച്ചായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നോഹയുടെ കാലത്തെ പ്രളയം ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പ് മെഥൂശലേഹ് വിടവാങ്ങുകയും ഈ പ്രവചന നിവൃത്തിക്ക് ഒത്തവണ്ണം ജന്മം നൽകപ്പെട്ട മെഥൂശലേഹിന്റെ മരണശേഷം പ്രളയം കൊണ്ട് ദൈവം നോഹയിക സംസ്കാരത്തെ ന്യായം വിധിക്കുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ ഈ നോഹയെ സംബന്ധിച്ച് പഠിക്കുന്ന നോഹയുടെ ചരിത്ര പശ്ചാത്തലം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമിയിൽ നിവാസികളുടെ ദുഷ്ടത അത്രയധികം വർദ്ധിച്ചു എന്ന് വായിക്കുന്നു. ഇന്നത്തെ അമേരിക്കൻ ഐക്യനാടുകളിലും യൂറോപ്പിൽ അപൂർവ സ്ഥലങ്ങളിലുമൊക്കെ കാണുന്ന ഗേ മാരേജ്, ലെസ്ബിയനിസം, ഇതൊക്കെ അന്നത്തെ കാലത്ത് വളരെയധികം ചിര പ്രശസ്തി നേടി മനുഷ്യന്റെ പാപം വളരെ ഭയാനകമായ നിലയിൽ ഉയർന്നിട്ട്
മനുഷ്യനെ സൃഷ്ടിക്കിയാൽ ഞാൻ അനുദപിക്കുന്നു ദൈവം തന്നെ പറയത്തക്ക നിലയിൽ നിവാസികളുടെ ദുഷ്ടത വളരെ പ്രബലമായ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവസന്നിധി വിട്ട് ശാപഗ്രസ്തനായി ദൂരവേ പോയ കായീൻ കെട്ടിപ്പടുക്കിയ കായീന്യ സംസ്കാരത്തിന്റെ അവസാന ഭാഗമാണ്. ദൈവം ലോകത്തെ ന്യായം വിധിക്കുവാൻ തന്റെ ഹൃദയം കൊണ്ട് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ച ഈ സമയത്താണ് ഇവിടെ വായിക്കുന്ന ലാമേക്കിന് ദൈവം ഒരു മകനെ ജന്മം നൽകി. അവനൊരു മകനെ ജനിപ്പിച്ചു. ദൈവം ശപിച്ച ഈ ഭൂമിയിൽ ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു എന്നാണ് വായിക്കുന്നത്. ദൈവദൃഷ്ടിയിലും മനുഷ്യദൃഷ്ടിയിലും മനുഷ്യന്റെ ആശ്വാസത്തിനായി സഹായകനായി വന്ന വ്യക്തിയായിരുന്നു ദൈവദാസനാകുന്ന നോഹ. ഈ സങ്കടദേശം ദൈവം മനുഷ്യനെ ആശ്വസിപ്പിക്കുവാൻ മുൻകണ്ട ഒരു പ്രസംഗി, അവനെക്കുറിച്ച് യാക്കോബ് പറയുന്ന നീതി പ്രസംഗിയായ നോഹ എന്നാണ്. ഈ നോഹയുടെ ജീവകാലഘട്ടവും അദ്ദേഹം ശുശ്രൂഷ ചെയ്ത ജീവകാലഘട്ടവും അതുപോലെ പെട്ടകം പണിയുവാൻ ഉപയോഗിച്ച നാളുകളും പ്രളയം എത്തിച്ചേർന്ന സമയവും അതിൻ്റെ കാലക്കണക്കും എല്ലാം കൃത്യമായി നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതാണ്ട് 120 സംവത്സരത്തോളം നോഹ പ്രസംഗിച്ചുകൊണ്ട് നടന്നു എന്നാണ്. നോഹ പ്രസംഗിച്ചെന്തായിരുന്നു? പത്രോസ് പറഞ്ഞിട്ടുണ്ട്, ദൈവം പണ്ട് നോഹയുടെ കാലത്ത് ക്രിസ്തുവിന്റെ ആത്മാവിൽ ഇപ്പോൾ തടവിൽ കിടക്കുന്ന ആളുകളോട് ചെന്നിട്ട് അവരോട് സുവിശേഷം അറിയിച്ചു എന്നാണ്. പല ആളുകൾക്കും ആ വേദഭാഗം വായിക്കുമ്പോൾ പത്രോസിന്റെ ലേഖനത്തിൽ അത് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. നോഹയുടെ കാലത്ത് ജീവിച്ച ആളുകളോട് എങ്ങനെയാണ് ക്രിസ്തു സുവിശേഷം പ്രസംഗിച്ചതെന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഉത്തരം ലളിതമാണ്. ദൈവം പണ്ട് നോഹയുടെ കാലത്ത് ക്രിസ്തുവിന്റെ ആത്മാവിൽ ഇപ്പോൾ തടവിലാകുന്നവരോട് ചെന്ന് സുവിശേഷം പ്രസംഗിച്ചു എന്ന് പറഞ്ഞാൽ നോഹയുടെ കാലത്ത് നോഹ പ്രസംഗിച്ചത് ക്രിസ്തുവിന്റെ ആത്മാവിലായിരുന്നു. ക്രിസ്തുവിന്റെ ആത്മാവിൽ നോഹ പ്രസംഗിച്ചത് ഒരു മഹാപ്രളയന്യായവിധി വരാൻ പോകുന്നു, രക്ഷപ്പെടേണ്ടവർ എന്ത് ചെയ്യുക, ദൈവം എനിക്ക് കാണിച്ചെന്ന മാതൃക പ്രകാരം ഞാൻ ഗോഫർ മരം വെട്ടിയുണ്ടാക്കി പണിതിരിക്കുന്ന ഈ പെട്ടകത്തിന്റെ അകത്ത് പ്രവേശിച്ചു കൊള്ളുക. ഈ പെട്ടകത്തിനകത്ത് പ്രവേശിച്ചാൽ ഒരു ഭയാനകമായ പ്രളയ ന്യായവിധി വരാൻ പോകുന്നു. ആ ന്യായവിധിയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയും എന്നാണ് നോഹ തന്റെ കാലത്ത് ജനങ്ങളോട് പ്രസംഗിച്ചത്. നോഹ പ്രസംഗിച്ച ഈ പ്രസംഗം ക്രിസ്തുവിന്റെ ആത്മാവിലായിരുന്നു എന്നാണ് പത്രോസ് പറയുന്നത്. അതാണ് ദൈവം പണ്ട് നോഹയുടെ കാലത്ത് ക്രിസ്തുവിന്റെ ആത്മാവിൽ ചെന്ന് ഇപ്പോൾ തടവിൽ കിടക്കുന്ന ആത്മാക്കളോട് സുവിശേഷം അറിയിച്ചു. പക്ഷെ അവരാരും രക്ഷിക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ രക്ഷപ്പെട്ടില്ല. നോഹ പ്രസംഗിച്ച വചനം വിശ്വസിച്ചില്ല. തന്നിമിത്തം ദൈവം പറഞ്ഞ പോലെ തന്നെ, നോഹയിലൂടെ പറഞ്ഞ പോലെ തന്നെ പ്രളയ ന്യായവിധി ഭൂമിയിൽ ഉണ്ടാവുകയും അവരെല്ലാവരും പ്രളയത്തിൽ നശിച്ചു പോവുകയും രക്ഷപ്പെടാതിരിക്കുകയും അവരുടെ ആത്മാക്കൾ ന്യായവിധിക്കായി സൂക്ഷിപ്പാൻ ഇപ്പോഴ് പാതാളത്തിൽ സൂക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. അതാണ് ഇപ്പോൾ അവര് പാതാളത്തിൽ കിടക്കുന്നു അല്ലെങ്കിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള പരാമർശം അവിടെ പത്രോസ് പറയാൻ കാരണം. നോഹയെക്കുറിച്ച് വായിക്കുന്നവൻ നീതി പ്രസംഗിയായിരുന്നു എന്നാണ്. 2-3-4 കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ വളരെ വേഗത്തിൽ ഓർപ്പിക്കാം. ഒന്ന്, നോഹ പാപത്താൽ ശപിക്കപ്പെട്ട ഭൂമിയിലെ ജനത്തെ ആശ്വസിപ്പിക്കുന്നവനായിരുന്നു. പാപത്തിന്റെ ശാപം നിറകയിൽ പേറി സങ്കടം സഹി ജീവിച്ച തന്റെ തലമുറയിലെ ജനങ്ങളോട് ആശ്വാസത്തിന്റെ ഒരു ദൂത് പറയാൻ ഉണ്ടായിരുന്നയാളാണ് ദൈവഭൃത്യനായ നോഹ. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് പറയാം നീതി പ്രസംഗിയായ നോഹ, അല്ലെങ്കിൽ സുവിശേഷ പ്രസംഗിയായ നോഹ. ഇന്ന് ഞാനും നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പാപത്തിന്റെ ഭയാനകമാകുന്ന ഭാണ്ഡം ചുമക്കുന്ന ഈ ലോകത്തിൽ ശാന്തിയും സമാധാനവും സ്വസ്ഥതയും നിത്യജീവനുമില്ലാതെ അഴലുന്ന മനുഷ്യന്, ജീവിതത്തിന്റെ ഓരോ നാഴികയിലും പ്രത്യാശയില്ലാതെ ജീവിതം എവിടെയൊക്കെയോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യന് ആശയറ്റ ജീവിതത്തിന്റെ അറുതിയിൽ പ്രത്യാശയുടെ സന്ദേശം വിളമ്പുന്ന ആളുകളാണ് സുവിശേഷ പ്രഭാഷകർ. അവർ വിളിച്ചു പറയുന്നത് ദൈവത്തിന്റെ നീതിയെക്കുറിച്ചാണ്. നോഹയിലൂടെ ക്രിസ്തുവിന്റെ ആത്മാവ് പ്രസംഗിച്ച അതേ സന്ദേശമാണ് ഇന്ന് സുവിശേഷകന്മാരായ ദൈവദാസന്മാർ കൂടി ലോകത്തോട് ദൈവം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിതാണ് ഭയാനകമായ ഒരു ന്യായവിധി വരാൻ പോകുന്നു. ചൂള പോലെ കത്തുന്നൊരു ദിവസം വരാൻ പോകുന്നു.
ദൈവത്തിന്റെ പാപത്തിന്റെ മേലെയുള്ള ദൈവത്തിന്റെ ക്രോധം ദൈവം ചൊരിയാൻ പോകുന്നു. പാപിയുടെ മേലുള്ള ദൈവത്തിന്റെ ന്യായവിധി വരാൻ പോകുന്നു. അതുകൊണ്ട് രക്ഷ പ്രാപിക്കേണ്ടവർ ക്രൂശിങ്കിലേക്ക് നോക്കി വിശ്വസിച്ചുകൊള്ളുക എന്നാണ് ഇന്നത്തെ ആധുനിക നോഹമാരായ സുവിശേഷന്മാർ പ്രസംഗിക്കുന്നത്. എന്നാൽ പുരാതന നോഹ പ്രസംഗിച്ചത് ദൈവത്തിന്റെ നീതിയുള്ള ലോകത്തിന്മേലുള്ള പാപത്തിന്മേലുള്ള വിധിയെ സംബന്ധിച്ചാണ്. അതായത് ഭയാനകമായ ഒരു ന്യായവിധി വരാൻ പോകുന്നു. അങ്ങനെ ദൈവം കൊടുക്കുവാൻ പോകുന്ന ഭയാനകമായ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാനായി മനുഷ്യനെ രക്ഷയുടെ സന്ദേശമായ നീതിപ്രസംഗം ആ കാലഘട്ടത്തിൽ ലോകത്തോട് അറിയിച്ച ആളായിരുന്നു നോഹ. അതുകൊണ്ടാണ് ദൈവം ശപിച്ച ഈ ഭൂമിയിൽ ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് അവന്റെ മാതാപിതാക്കൾ പേരിട്ടത്. ഈ നോഹയുടെ പ്രസംഗ കാലഘട്ടം 120 വർഷമാണ്. വേദപുസ്തകത്തിൽ ഒരിടത്ത് പോലും ഇദ്ദേഹം പ്രസംഗിച്ചത് 120 വർഷമായിരുന്നു എന്ന് എഴുതി വച്ചിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ എഴുതാപ്പുറം കിട്ടിയെന്ന് നിങ്ങൾ ചോദിക്കും. നോഹ പ്രസംഗിച്ചത് ഈ 120 വർഷമാണെന്ന് നമ്മൾ കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോഹയുടെ ജീവകാലഘട്ടവും പ്രളയത്തെ സംബന്ധിച്ച് അദ്ദേഹം പ്രസംഗം ഉൾക്കൊണ്ട ആ കാലയളവും പ്രളയം ലോകത്തിൽ സംഭവിച്ചതും അതിനുശേഷം പ്രളയാനന്തരം നോഹ ഉണങ്ങിയ നിലത്തെ കാലകൃത്യമായ കാലചക്രത്തെയും തലമുറകളെയും എണ്ണുമ്പോൾ ഏതാണ്ട് 120 സംവത്സരത്തോളം താന് ഈ വലിയ പ്രളയ ന്യായവിധിയെ സംബന്ധിച്ച് പ്രസംഗിച്ചുകൊണ്ട് ഇരുന്നു എന്ന് വായിക്കുന്നു. ഇനി നോഹ പ്രസംഗിച്ചപ്പോൾ ഈ പ്രസംഗം ആളുകൾ ഏത് നിലയിലാണ് പ്രതികരിച്ചത് നോക്കണം. ആളുകൾ ആരും പ്രതികരിച്ചില്ല. ആരൊക്കെ പ്രതികരിച്ചില്ല? ഗോഫർ മരം എന്ന് പറയുന്ന വലിയ മരം വെട്ടി അറുത്ത് ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയപ്പെട്ടിരിക്കുന്ന നിർമ്മാണ ഘടനയോടുകൂടെ ഉള്ളൊരു മഹാപെട്ടകം, ഒരു വലിയ ഹ്യൂജ് ആർക്ക് ഉണ്ടാക്കാൻ സഹായിച്ചത് നിരവധി ആശാരിമാരാണ്. ആ ആശാരിമാരോടൊക്കെ നോഹ ഈ നീതിയുടെ പ്രസംഗിച്ച് കാണും. നിശ്ചയമായും പറയുമല്ലോ, അദ്ദേഹം ദേശം മുഴുവൻ നടന്ന് പ്രസംഗിക്കുകയാണ് ഒരു മഹാമാരി വരാൻ പോകുന്നുവെന്ന്. ആ ആശാരിമാരാരും ഈ പെട്ടകത്തിനകത്ത് കയറിയില്ല. തന്റെ അയൽവക്കത്തുള്ള സകല ആളുകളോട് അദ്ദേഹം പ്രസംഗിച്ചു. ഒരു മനുഷ്യൻ പോലും വിശ്വസിച്ചില്ല. അവരാരും ഈ പെട്ടകത്തിൽ കയറിയില്ല. തന്റെ ചുറ്റുപാടുള്ള രാജ്യങ്ങളോടെല്ലാം അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹത്തിന് എവിടെയെല്ലാം ചെല്ലാം അവിടെയെല്ലാം ചെന്ന് അദ്ദേഹം പറഞ്ഞു. അവരിൽ ഒരുത്തൻ പോലും അത് വിശ്വസിച്ചില്ല. ഇത് വിശ്വസിക്കാതിരിക്കാൻ ഒരു കാരണമുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ കാരണമാണ്. അതായത് അന്ന് വരെ ഭൂമിയിൽ നിന്ന് മഞ്ഞ് ഉയർന്നും പൊങ്ങിയും ഭൂമിയിൽ നനച്ചുകൊണ്ടിരുന്നത് വായിക്കുന്നു. മഴയെന്നൊരു സാധനം ഭൂമിയിൽ ഒരിക്കൽ പോലും ഈ 2000 വർഷം പെയ്തിട്ടില്ല. മഴയെന്താണെന്ന് ആ കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യന്മാരിൽ ഒരാൾ പോലും കണ്ടിട്ടില്ല. തങ്ങൾ ഒരുത്തൻ പോലും കണ്ടിട്ടില്ലാത്ത മഴയെ, അതും മഹാമാരിയായി ഭൂമിയിൽ പെയ്തിട്ട് വലിയൊരു പ്രളയമുണ്ടാകും. ആ പ്രളയത്തിൽ മനുഷ്യൻ ന്യായം വിധിക്കപ്പെടും, അവന് ഈ ഭൂമിയിൽ നിന്ന് കൊല്ലപ്പെടും എന്ന് പ്രസംഗിച്ചാൽ ആ മണ്ടത്തരം വിശ്വസിക്കാൻ അന്നത്തെ ആളുകൾ, ബുദ്ധിമാന്മാരായ പല ആളുകളും തയ്യാറായിരുന്നില്ല. അതിലെയോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനായന്മാർ ദർശനങ്ങളെ ദർശിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, യഹൂദന്മാർക്ക് ഇടർച്ചയും യവനന്മാർക്ക് ഭോഷത്വമായ ക്രിസ്തുവിന്റെ ക്രൂശിനെ തന്നെ. എന്തുകൊണ്ടാണ് യഹൂദന്മാർക്ക് ഇടർച്ച, യവനന്മാർക്ക് ഭോഷത്വം, സുവിശേഷം എന്നുകൂടി ഞാൻ പറയാം. ഇതേ പ്രശ്നമാണ്. മഴയെന്ന് പറയുന്നത് എന്താണെന്ന് ഭൂമിയിൽ ഒരു മനുഷ്യൻ പോലും ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാതിരിക്കെ മഴയുണ്ടായിട്ട് പ്രളയമുണ്ടാകുമെന്നും ആ പ്രളയത്താൽ ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങളും കൊല്ലപ്പെടുമെന്നും ഈ ഒന്നാം സൃഷ്ടി വാഷ് ഔട്ട് ചെയ്യപ്പെടുമെന്നും പ്രസംഗിച്ചാൽ അത്രയും ഒരു മണ്ടത്തിനെ വിശ്വസിക്കാൻ അന്നത്തെ തലമുറയിൽപ്പെടെ ആൾക്കാർക്ക് സാധിച്ചില്ല. ഇന്ന് ഈ യഹൂദന്മാർക്ക് ഈ സുവിശേഷം ഇടർച്ചയായി വരുന്നതിന്റെ കാരണം അവരെ യേശുക്രിസ്തുവിനെ വേശ്യാപുത്രനായിട്ട് കണക്കാക്കുന്നത്. അപ്പനില്ലാത്തവൻ, അപ്പനിൽ നിന്ന് ജനിക്കാത്തവൻ. അങ്ങനെയാണ് യോഹന്നാൻ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വായിക്കുന്നത്. അവളിൽ നിന്ന് യേശു എന്ന ക്രിസ്തു ജനിച്ചു എന്നാണ്. പിതാവ് ഇല്ലല്ലോ അവന്റെ. യോസേഫ് അവന്റെ ഫോസ്റ്റർ ഫാദറായിരുന്നു, വളർത്തപ്പനായിരുന്നു. അപ്പൊ ഈ പിതൃത്വമില്ലാതെ ജനിച്ചവൻ എന്നാണ് യേശുവിനെ അവർ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ഒരാളിനെ കുറിച്ച് കേട്ടാൽ പോലും ഇടർച്ചയായിരുന്നു യഹൂദന്മാർക്ക്. ഇനി യവനന്മാരെന്തുകൊണ്ട് തങ്ങിയിരിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, യവനായരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടയാളം അന്വേഷിക്കുന്നവരാണ്, അല്ല ജ്ഞാനം അന്വേഷിക്കുന്നവരാണ്. അവരുടെ ദൃഷ്ടിയിൽ യേശു ക്രിസ്തു ആരാന്ന് ചോദിച്ചാൽ, സ്വർഗത്തിൽ നിന്ന് ദൈവമാണെന്ന് പറഞ്ഞ് ഭൂമിയിൽ അവതരിച്ച് 33 വയസ്സ് വരെ ഭൂമിയിൽ ജീവിച്ച് 3.5 വർഷക്കാലം വന്നത് ശിഷ്യന്മാരെ അണിനിരത്തി
യഹൂദിയ, ശമരിയ, ഗലീലി ഈ പ്രദേശങ്ങളെല്ലാം സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിച്ച നസറേയനായ യേശു അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ഞാൻ സാക്ഷാൽ ദൈവമാകുന്നു, ഞാൻ ദൈവത്തിന്റെ പുത്രനാകുന്നു, ഞാൻ രക്ഷിതാവാകുന്നു, ലോകത്തിന്റെ രക്ഷകനാകുന്നു, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാകുന്നു, ഞാൻ വാതിലാകുന്നു, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നെല്ലാം പ്രസംഗിച്ചു നടന്ന ഈ ദൈവവും തന്നെ ഞങ്ങളുടെ സൈന്യാധിപന്മാർ പിടിച്ച് ക്രൂശിന്മേൽ ആണിയടിച്ച് ക്രൂശിച്ചു. തന്നെ ക്രൂശിൽ നിന്ന് തന്നെത്താൻ രക്ഷിക്കാൻ കഴിയാതെ ദൈവമാണെന്ന് പറയുകയും ക്രൂശിൽ നിന്ന് തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയാതെ ചെയ്യുകയും പോയിട്ട് മരണത്തിന് അടിമപ്പെട്ടു പോയ അല്ലെങ്കിൽ മരിച്ചുപോയ ഈ ആളിൽ വിശ്വസിച്ചാൽ നിത്യജീവൻ ലഭിക്കും എന്ന് പറഞ്ഞ തത്വശാസ്ത്രം ഞങ്ങൾക്കൊരിക്കലും ഒരു ജ്ഞാനമുള്ള ശാസ്ത്രമായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു യവന്മാരുടെ പ്രശ്നം. ഇതേ പ്രശ്നമായിരുന്നു നോഹയുടെ കാലത്തെ ആളുകളുടെ പ്രശ്നവും. നോഹ 120 സംവത്സരകാലം പ്രസംഗിച്ചു. ഭൂമിയിലെ നിവാസികളുടെ ദുഷ്ടത വളരെ വലുതായിരിക്കുന്നു. മനുഷ്യനെ ദൈവം സൃഷ്ടിക്കിയാൽ ദൈവത്തിന് മനസ്സലിവ് തോന്നുന്നു. സൃഷ്ടിക്കാൻ പാടില്ലായിരുന്നു ദൈവം ചിന്തിച്ചു. അങ്ങനെ ദൈവം അനുദപിക്കുന്നു പറയത്തക്ക നിലയിൽ മനുഷ്യന്റെ പാപം പെരുകി അത്രയധികം ഉന്നതമായി തീർന്നു. അതും സകലവിധമായ മ്ലേച്ഛതയുടെ ഇരിപ്പിടമായി ഭൂമി മാറി. ഇങ്ങനെയുള്ള സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ദൈവം നോഹയിൽ കൂടെ ആശ്വാസ സന്ദേശമായി അവരെ പറഞ്ഞയച്ചു. പക്ഷെ അവരാരും വിശ്വസിക്കുകയോ ഈ പട്ടണത്തിനകത്ത് കയറുകയോ ചെയ്തില്ല. പട്ടണത്തിനകത്ത് കയറിയ ആരൊക്കെയാണെന്ന് തിരുവനന്തപുരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അല്പജനം എന്ന് വെച്ചാൽ 8 പേർ അവർ വെള്ളത്തിൽ കൂടി ഈ പട്ടണത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു എന്ന് അപ്പോലോസ് പറയുന്നത്. ആ 8 പേർ പറഞ്ഞത് നോഹയും നോഹയുടെ ഭാര്യയും അദ്ദേഹത്തിന്റെ 3 പുത്രന്മാരും അവരുടെ ഭാര്യമാരും, അങ്ങനെ 8 പേർ മാത്രം. അവരാണ് ഈ പട്ടണത്തിനകത്ത് കയറിയത്. വേറെ ഒരു മനുഷ്യൻ പോലും ഈ പട്ടണത്തിനകത്ത് കയറിയില്ല. പക്ഷേ ഇവിടെ വായിക്കുന്ന നോഹയെക്കുറിച്ചുള്ള 3ാമത്തെ ചിന്ത, നോഹ ദീർഘവീക്ഷണം ഉള്ളയാളായി ദൈവത്തിന്റെ വാക്കുകളെ വിശ്വസിക്കുന്ന ആളായിരുന്നു. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാതിരുന്ന മഴയെക്കുറിച്ച് തനിക്ക് പ്രവചനമുണ്ടായിട്ട് തനിക്കും തന്റെ കുടുംബത്തിനും വേണ്ടി ഒരു പെട്ടകം, ജീവരക്ഷയ്ക്കായി ഒരു പെട്ടകം പണിതുവെന്നാണ് എബ്രായക്കാരൻ പറയുന്നത്. അപ്പോൾ നോഹ വിശ്വാസത്തിന്റെ ഉറച്ച ഒരു നായകനായിരുന്നു. അദ്ദേഹം മഴ കണ്ടിട്ടില്ല. പക്ഷേ മഴയെയും ഭൂമിയെയും മനുഷ്യനെയും സൃഷ്ടിച്ച ദൈവം മഴ ഉണ്ടാകുമെന്ന് പറഞ്ഞത് ഈ നോഹ വിശ്വസിച്ചു. അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. അവന്റെ വിശ്വാസത്താൽ അവൻ നീതിക്കപ്പെട്ടു. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്നത് വിശ്വാസമാണ്. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ലെന്നാണ് എബ്രായക്കാരൻ തന്നെ പറയുന്ന 13 ദൈവത്തെ കാണാനും കഴിയില്ല. അപ്പൊ നോഹ ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവമാണ് ഇത് പറഞ്ഞതെങ്കിൽ നിശ്ചയമായും ഇത് സംഭവിക്കും എന്ന് നോഹ വിശ്വസിച്ചു. അപ്പോൾ നോഹ ദൈവത്തിൽ വിശ്വസിക്കാൻ അവന്റെ വിശ്വാസത്തെ നീതിയായി ദൈവം കണക്കിട്ടു. അങ്ങനെ വായിക്കുന്നത്, നോഹ ജനത്തെ ആശ്വസിപ്പിക്കുന്ന ദൂത് സംസാരിച്ചു. 120 സംവത്സരക്കാലം ആ പ്രസംഗം തുടർന്നുകൊണ്ടേയിരുന്നു. നോഹ ദൈവത്തോട് പൂർണ്ണ അനുസരണമുള്ളവനായിരുന്നു. അവൻ ദൈവം കൽപ്പിച്ച പോലെ 3 തട്ടും ഏകവാതിൽ വഴിയായി ഒരു പെട്ടകം പണിതു. 3 തട്ടും ഏകവാതിൽ എന്ന് പറയുന്നത് ദൈവതത്വത്തിൽ 3 വ്യക്തികളുണ്ടെന്നും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇതിങ്ങനെ 3 ആളത്വങ്ങളാണെന്നും ആ 3 ആളത്വങ്ങളിൽ ഒരു വാതിൽ എന്ന് പറയുന്നത് ജീവരക്ഷയ്ക്കുള്ള, ആത്മരക്ഷയ്ക്കുള്ള ഏകവാതിലാണെന്നും ആ ഏകവാതിൽ വഴി അകത്ത് കിടന്നാൽ പ്രളയനിയായി രക്ഷ പ്രാപിക്കാം എന്നുമുള്ള സന്ദേശം നമ്മെ അറിയിക്കുന്ന മനോഹരമായ വേദവാക്യമാണ്. യോഹന്നാൻ 10 യേശു പറഞ്ഞു, ഞാൻ വാതിലാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യുന്നു. രക്ഷയ്ക്കുള്ള ഏകവാതിൽ കർത്താവായ യേശുവാണെന്ന് നോഹ നമ്മെ വിളിച്ചറിയിക്കുന്നു. ആ നോഹ ദീർഘവീക്ഷണമുള്ളവനായിരുന്നു. അതായത് ദൈവം ഒരു ന്യായവിധി ലോകത്തിന്മേൽ വരുത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാപം പെരുകിയ ഈ ഭൂമിയിൽ ദൈവത്തിന് ന്യായവിധി പാപികളുടെ മേൽ വരുമെന്ന് ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ ചെയ്യുന്നവനാണെന്ന് വിശ്വസിക്കാൻ നോഹയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അവന്റെ വിശ്വാസത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്റെയും കുടുംബത്തിന്റെയും രക്ഷയ്ക്കായി അവന്റെ പെട്ടകം പണിതു. ആ പെട്ടകം ദൈവം കാണിച്ചു കൊടുത്തു. മാതൃക പ്രകാരം ദൈവകൽപ്പനയോടുള്ള അനുസരണത്തിന്റെ അടയാളമായിട്ടാണ് അവനെ ചെയ്തത്. 4-ാമതിനെ കുറിച്ച് വായിക്കുന്നത്, വളരെ വിദൂര വീക്ഷണമുള്ള ആളായിരുന്നു ദൈവദാസനായ നോഹ. അവനറിയാമായിരുന്നു ഈ പ്രളയം ദൈവം ഭൂമിയുടെ മേൽ വരുത്തുകയും പ്രളയത്താൽ ഭൂമിയിലുള്ള സകലത്തെയും ദൈവം വാഷൗട്ട് ചെയ്യുകയും താനും തന്റെ കുടുംബവും ഈ പെട്ടകത്തിനകത്ത് പ്രവേശിച്ചാൽ
പെട്ടകം ഒരു നാൾ ഉണങ്ങിയ നിലത്ത് വന്ന് ഉറക്കുകയും ഒരു പുതിയ ഭൂമിയിലേക്ക് അവൻ നിവാസത്തിനായി പ്രവേശിക്കുകയും ചെയ്യും എന്ന് വിദൂര വീക്ഷണം ചെയ്യുവാൻ അവന്റെ വിശ്വാസം അവന് കാരണമാക്കി. വിശുദ്ധ വേദപുസ്തകം എന്നാണ് പറയുന്നത്, നോഹയുടെ കാലത്തെ ഭൂമിയെ ദൈവം പ്രളയം കൊണ്ടുള്ള ന്യായവിധിക്കായി സൂക്ഷിച്ചു. പത്രോസ് പറയുന്നു, ഇപ്പോഴത്തെ ഭൂമിയോ ദൈവം അഗ്നിക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ്. ഈ അഗ്നിയാൽ ദൈവം ചുട്ടുകത്തിക്കാൻ പോകുന്ന ഈ ഭൂമി വെന്ത് അഴിയും എന്നാണ് ദൈവദാസനായ പത്രോസ് പറയുന്ന. ചെറിയ സാർ അത് എഴുതിയിട്ടുണ്ട്, വെന്തഴിയും ഈ ഭൂമി എന്നറിഞ്ഞ് നാം കാന്തനെ കാണുവാൻ കാത്തിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഭൂമി വെന്തഴിയുവാനുള്ളതാണ്. ഇത് വെന്തഴിഞ്ഞാൽ നോഹയും അവന്റെ കുടുംബവും ഒരു പുതിയ ഭൂമിയിലേക്ക്, പാപം നിമിത്തം ദൈവത്തിന്റെ ന്യായവിധി വന്നിട്ട് ആ പാപത്തെ വാഷ് ഔട്ട് ചെയ്ത ദൈവം പുതുക്കി തീർത്ത ഒരു പുതുഭൂമിയിലേക്കാണ് പെട്ടകത്തിൽ നിന്ന് അവൻ തന്റെ കാല് എടുത്തു വയ്ക്കുന്നത്. കാലാകാലങ്ങളിലായി ദൈവത്തിന്റെ വരുവാനുള്ള ഭയാനകമായ ന്യായവിധിയിൽ നിന്ന്, ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിപ്പാനുള്ള ദൈവ സന്ദേശം, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തിന്റെ സന്ദേശം വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്ന ദൈവമക്കൾക്ക് ഈ ന്യായവിധിക്ക് അപ്പുറമായി ഒരു പുതിയ നിവാസം, ഒരു പുതിയ ഭൂമി, ഒരു പുതിയ പാർപ്പിടം ഉണ്ട് എന്നുള്ള പ്രത്യാശയുടെ വീക്ഷണം ദൈവത്തിന്റെ ദാസനായ നോഹ നമുക്ക് നൽകുകയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു യോഹന്നാൻ 14 പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അതില്ലായതെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന അതേ ഇടത്തിൽ നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. ഇത് കർത്താവ് പറഞ്ഞ വാഗ്ദത്തമാണ്. ഈ വാഗ്ദത്തം പുതിയ ഭൂമിയെയും പുതിയ ആകാശത്തെയും പുതിയ നിവാസികളെയും പുതിയ നിവാസത്തെയും സംബന്ധിച്ച്, ദൈവം പ്രളയത്തിനപ്പുറത്തുള്ള ഈ പുതിയ സംരംഭത്തെ സംബന്ധിച്ച് ദൈവം നോഹയോട് പറഞ്ഞ സന്ദേശം നോഹ വിശ്വാസത്താൽ ഹൃദയസ്ഥമാക്കി. നോഹ ദൈവ വാഗ്ദത്തങ്ങളെ, വചനങ്ങളെ സംശയിക്കാതെ വിശ്വസിക്കുന്നവനായിരുന്നു. നോഹ ദൈവത്തിൽ ആശ്രയിക്കുന്നവനായിരുന്നു. നോഹ ദൈവത്തോട് സംശയം കൊണ്ട് ചോദ്യം ചോദിക്കാത്ത ആളായിരുന്നു. നോഹ ദൈവത്തെ സമ്പൂർണമായി അനുസരിക്കുന്നവനായിരുന്നു. അവൻ ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കുന്നവനായിരുന്നു. വരുവാനുള്ള പുതിയ ഭൂമിയെ സംബന്ധിച്ചുള്ള വിദൂര വീക്ഷണം അവന്റെ ഹൃദയങ്ങൾക്ക് സാധ്യമായിരുന്നു. നാം വായിക്കുന്നു, നോഹ ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന്. പ്രിയപ്പെട്ടവരെ, നോഹ മരിച്ച് മൺമറയപ്പെട്ടിട്ട് ഏതാണ്ട് 4000 വർഷങ്ങൾ ചരിത്രത്തിൽ പിന്നിടുന്നു. അതായത് BC 2000 കാലത്തുണ്ടായ പ്രളയാനന്തരം നോഹ ജീവിച്ചിരുന്നു, താൻ മരിച്ചു. അതിനുശേഷം പഴയ നിയമ ചരിത്രം തന്നെ 2000 വർഷങ്ങൾ പിന്നിട്ടു. പുതിയ നിയമ ചരിത്രം 2020 വർഷം പിന്നിട്ടു. 4000 വർഷങ്ങൾ കഴിയുന്നു നോഹ ഭൂമുഖത്ത് മാറ്റപ്പെട്ടിട്ട്. പക്ഷേ ഇന്ന് നോഹ വിശ്വാസത്തിന്റെ നീതി പ്രസംഗിയായി വിശുദ്ധ വേദപുസ്തകത്തിൽ ഉയർന്നു നിൽക്കുന്നു. ലോകം മുഴുവൻ നോഹയെ ഓർക്കുന്നു. അവൻ ചെയ്ത അധ്വാനത്തെ അനുസ്മരിക്കുന്നു. അവൻ പണിത പെട്ടകത്തിന്റെ മാതൃകയെ ഓർക്കുകയും അതിനെ മനസ്സിലാക്കുകയും ചെയ്യുന്നു. അവന്റെ വിശ്വാസത്തിന്റെ തീക്ഷ്ണതയും വിശ്വാസത്തിന്റെ നീതീകരണത്തെയും ലോകം ഇന്നും അറിയിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്താ കാരണം? ദൈവം പറഞ്ഞതിനെ ചോദ്യം കൂടാതെ വിശ്വസിക്കുവാനും അനുസരിക്കുവാനും കഴിയുന്ന ഒരു ഹൃദയം നോഹയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവന് ആശ്വാസം എന്നുള്ള പേര് പോലും അന്വർത്ഥമായി തീർന്നത്. ദൈവം പറയുന്ന കാര്യങ്ങളെ അതുപോലെ തന്നെ വിശ്വസിക്കുവാനും ദൈവം കൽപ്പിച്ചാൽ അത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കുവാനും, ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്ന നിലയിലാണ് പെരുമാറാൻ പോകുന്നത് എന്നുള്ളത് വിശ്വാസാൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു ദൈവത്തിനെ സംബന്ധിച്ച് അവന് പരിപാലിക്കുന്ന ന്യായവിധിയെ സംബന്ധിച്ച് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. പ്രളയത്തിന്റെ സകല ന്യായവിധിയും നാം വായിക്കുന്ന 40 രാവും 40 പകലും ആകാശത്തിന്റെ ഉറവകളെ തുറന്ന ഭൂമിമേൽ ശക്തമായി മഴ പെയ്തു, ഭൂമി മുഴുവൻ വെള്ളത്താൽ നിറയപ്പെട്ടത് വായിക്കുന്നു. പക്ഷേ നോഹയുണ്ടാക്കിയ കൃപയുടെ പേടകം ആ വെള്ളത്തിന്റെ മീതെ സുരക്ഷിതമായിരുന്നു. പെയ്ത എല്ലാ മഴയും ആ പെട്ടകം സഹിച്ചു. പെട്ടകത്തിന്റെ ഉള്ളിൽ നോഹയും അവന്റെ കുടുംബവും, നോഹയോട് ദൈവം അതിൽ പ്രവേശിപ്പിക്കാൻ കൽപ്പിച്ചിരുന്ന എല്ലാ ജീവജാലങ്ങളും സമ്പൂർണമായി സുരക്ഷിതമായിരുന്നു. ആ പ്രളയ ന്യായവിധിയെല്ലാം പെട്ടകം സഹിച്ചു. പെട്ടകത്തിന്റെ ഉള്ളിലായവർ സുരക്ഷിതരായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നോഹയുടെ സന്ദേശം നമ്മെ മറ്റൊരു കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. നമുക്ക് വേണ്ടി
നമ്മുടെ രക്ഷാപേടകമായി മാറ്റപ്പെട്ട കർത്താവായ യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മേൽ വരേണ്ടിരുന്ന ദൈവത്തിൻ്റെ ഭയാനകമായ ന്യായവിധിയുടെ എല്ലാ പ്രഹരവും അവൻ്റെ മേലായി. യെശയ്യാ 53 നാം വായിക്കുന്നത്, യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി എന്നാണ്. നമുക്ക് വേണ്ടി അവൻ ക്രൂശിൽ ന്യായവിധി സഹിച്ചു, മരണം സഹിച്ചു. നാം സുരക്ഷിതരായി ക്രിസ്തുവിൽ ഇന്ന് ആയിരിക്കുന്നു. ഒരു നാളിൽ അവിടുന്ന് പ്രത്യക്ഷനാകുകയും അവിടെ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ന്യായവിധിക്ക് അപ്പുറമുള്ള മനോഹരമായ ആ ദേശം അവിടുന്ന് നമുക്ക് കാണിച്ചു തരികയും ചെയ്യും. ഇതാണ് വിശുദ്ധന്മാർക്കുള്ള ഏറ്റവും ശ്രേഷ്ഠമായ പ്രത്യാശ. നോഹ വിശ്വാസത്താൽ നീതിക്കപ്പെട്ടത് മാത്രമല്ല, വിശുദ്ധന്മാർക്ക് വിശുദ്ധ വേദപുസ്തകം നൽകുന്ന ഭാഗ്യകരമായ പ്രത്യാശ ജീവിതത്തിൽ സ്വായത്തമാക്കിയ വിശ്വാസവീരൻ കൂടി ആയിരുന്നു. ഈ രാത്രി ഞാൻ ചോദിക്കട്ടെ, നോഹയെപ്പോലെ ലോകത്തിന് മുമ്പാകെ ഒരാശ്വാസമായിരിക്കുവാൻ, ഒരു നീതി പ്രസംഗിയെ നോഹയെപ്പോലെ കർത്താവിൻ്റെ ദൈവനീതിയെ സംബന്ധിച്ച് ലോകത്തോട് പ്രസംഗിക്കുവാൻ, വരുമാനിക്കുന്ന പ്രളയന്യായവിധിയെ സംബന്ധിച്ച് ലോകത്തെ അറിയിക്കുവാൻ, ആ പ്രളയന്യായവിധിയിൽ അകപ്പെടാതെ അവനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ജീവരക്ഷ പ്രാപിക്കുവാൻ, നിത്യജീവൻ പ്രാപിക്കുവാൻ, പ്രളയത്തിന് അനന്തരം, അതായത് ന്യായവിധി അനന്തരമുള്ള വരുവാനിരിക്കുന്ന ഭാഗ്യകരമായിരിക്കുന്ന പുതിയ വാനഭൂമികളിൽ ഉള്ള വാസത്തെ സംബന്ധിച്ച് ദീർഘവീക്ഷണം ചെയ്യുവാൻ ദൈവത്തിൻ്റെ വാക്കിൽ വിശ്വസിച്ച് നിങ്ങൾക്ക് സാധിക്കുമോ? എങ്കിൽ നിശ്ചയമായും നോഹയുടെ വിശ്വാസം നിങ്ങളുടെയും വിശ്വാസമായി നിങ്ങളും ന്യായവിധി വിട്ട് ദൈവത്തിൻ്റെ രക്ഷയിലേക്ക്, ജീവനിലേക്ക് കടക്കും. അതിനുള്ള ഏക മാർഗം വിശ്വാസത്തിൻ്റെ മാർഗമാണ്. നോഹ ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. ഈ പഠനം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വെച്ചാൽ അടുത്ത ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും ഒന്നിച്ച് കാണാം എന്ന് പ്രത്യാശിക്കുന്നു. ദൈവം നാമം മഹത്വപ്പെടട്ടെ. കർത്താവിൻ്റെ വേലയിൽ സുവിശേഷൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള.